മോർണിംഗ് സർ. ആദ്യമായി സാറിന് ഏറെ ഇഷ്ടപ്പെട്ട വിഷയമായ ചരിത്രത്തെക്കുറിച്ച് തന്നെ ചോദിക്കട്ടെ. പല വിദ്യാർത്ഥികളും വികസനയോടെ കാണുന്ന ഒരു വിഷയമാണല്ലോ ചരിത്രം. ഈ പഠനശാലയോട് താങ്കൾക്ക് എങ്ങനെയാണ് താല്പര്യം തോന്നി തുടങ്ങിയത്? Hello, good morning. Good morning. Hello. Okay, good. Anyhow, thank you for inviting me to this beautiful campus. Adipoli campus ആണ് നല്ല രസമുണ്ട്. And your uniform, everything. First of all, let me congratulate your teachers, management, and these organizations to conduct this sort of a program which discussing about social science. എന്നോട് ചോദിച്ചിട്ടുള്ളത് ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് ഒരു താല്പര്യവും ഇഷ്ടവും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ കുറേ കുട്ടികൾ ഹിസ്റ്ററി ഇഷ്ടമില്ലാത്ത കുട്ടികളായിരിക്കും അല്ലേ? എനിക്ക് കുറെ ഇയർ പഠിക്കുന്ന ഇയർ ഓർമ്മ ഉണ്ടാവില്ല, അപ്പൊ ടീച്ചർ എടുത്ത് ചീത്ത കേൾക്കും. ആൾക്കാരുടെ പേര് പഠിക്കുന്നു, അതും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഓർത്താലും നമ്മൾക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഈ ഔറംഗസീബ്, പിന്നെ ഷാജഹാന്, പിന്നെ അവരുടെ ഇയർ. ഇറ്റ്സ് നിയർലി എ ബോറിങ് ആക്ടിവിറ്റി ബേസിക്കലി, റൈറ്റ്? നമുക്കത് മനസ്സിലാവില്ല. പിന്നെ കഥയൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, കഥയാന്ന് നിൽക്കുന്ന മനസ്സിലാവും. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇത് പഠിക്കുക എന്നുള്ളത്. പക്ഷെ എന്തോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ കഥ പോലെ വായിച്ച് നോക്കിയപ്പോഴാണ് ഇറ്റ് വാസ് ബിക്കം ഇൻട്രസ്റ്റിംഗ്. എനിക്കൊക്കെ ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ സമയത്തൊക്കെയാണ്. അതിനു മുമ്പ് കുറച്ച് പ്രസംഗിക്കാൻ പോകുന്ന സമയത്തും മറ്റൊക്കെ പഠിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എപ്പോൾ ഇൻട്രസ്റ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജുവൽ ആണ്. നിങ്ങളോട് എനിക്കൊരു ടിപ്പായിട്ട് പറയാനുള്ളത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തിനാണ് ചെയ്യുന്നത് എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നമ്മളുടെ പിന്നെ പഠനവും വായനയും കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, റൈറ്റ്? ശരിയല്ലേ? അപ്പോ എന്തിനാണ് ഔറംഗസീബിനെ പഠിക്കുന്നത്, എന്തിനാണ് ടിപ്പു സുൽത്താനെ പഠിക്കുന്നത്, എന്തിനാണ് മഹാത്മാഗാന്ധിയെ പഠിക്കുന്നത്, ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായാൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോഴാണ് നമുക്ക് പിന്നെ സ്റ്റോറി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്റ്റോറി, ബേസിക്കലി നൗ ഐ ആം എ സ്റ്റോറി ടെല്ലർ ടോ. അപ്പൊ ഈ സ്റ്റോറി പഠിക്കുകയും സ്റ്റോറി ടെല്ലറായി മാറാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ മെല്ലെ മെല്ലെ എത്തിയ ഒരു സാധനമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇഷ്ടമുണ്ടായ സാധനമല്ല, നിങ്ങളെ പോലെ ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക്. അപ്പോ ഒരു ഹിസ്റ്ററി പ്രൊഫസർ ആവുക എന്ന തീരുമാനത്തിന്റെ പിന്നിൽ സെക്യൂർഡ് ആയിട്ടുള്ള ജോലി നേടുക എന്നതാണോ, അതോ ഹിസ്റ്ററി താങ്കളുടെ ഒരു പാഷനായിരുന്നു? അടിപൊളി. ഹിസ്റ്ററി പ്രൊഫസർ ആവുക എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ കുറെയൊക്കെ ഞാൻ ആയി പോയതാണ്. ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം കഴിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ആ സമയത്ത് 2003 ഉണ്ടായിരുന്ന ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് എല്ലാവരും പറഞ്ഞിരുന്നത് ഒന്നുകിൽ ഒരു ജേർണലിസ്റ്റ് ആവുക എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവുക എന്ന്. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആവണം, ജേർണലിസ്റ്റ് ആവണം എന്നല്ലാതെ ടീച്ചർ ആവുക എന്നുള്ളത് ഒരു 3rd 4th പൊസിഷനിൽ. അപ്പോഴും എനിക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. ടീച്ചർ ആവുകയാണെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന് ഞാൻ വിചാരിച്ചിരുന്നു. നോക്കെ നമ്മളോട് ഈ മാഷ് ടീച്ചർ വന്നിട്ട് ചോദിക്കുമല്ലോ എന്താവണമെന്ന് ആഗ്രഹം. ഓരോ ദിവസം ഓരോ ക്ലാസ്സിൽ ഓരോ ആഗ്രഹമായിരിക്കും. ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് JCBന്റെ ഡ്രൈവർ ആവാനായിരുന്നു ഇഷ്ടം, കാരണം ഏറ്റവും രസമുള്ള പണി JCBന്റെ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ പിന്നെ പൈലറ്റ് ആവണമെന്ന് പറയും, പിന്നെ എല്ലാവരും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി വന്നൊരു സാധനമാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഡിഗ്രിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, എനിക്ക് ഓർമ്മയുണ്ട്, ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹിസ്റ്ററിയുടെ ബുക്കൊക്കെ നീട്ടി എറിഞ്ഞ് ഒഴിവാക്കി. ഈ പരിപാടി ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ലാൻ തീരുമാനിച്ചാണ്. ഞാൻ വല്ല ജേർണലിസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നിൽക്കും. എനിക്കാണ് പ്രസംഗം ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രസംഗത്തിൽ ഫസ്റ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സമയം. അപ്പോൾ അതാണ് എൻ്റെ ഒരു പാഷൻ എന്നാണ്, ഇഷ്ടം എന്ന് മനസ്സിലാക്കി. അബദ്ധത്തിന് എന്താണെന്നറിയില്ല, ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ പിന്നെ പെട്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഫസ്റ്റ് റാങ്ക് ഹിസ്റ്ററിയിൽ കിട്ടിയാലോ, അതുകൊണ്ട് PG ഹിസ്റ്ററി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തി. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ നെറ്റ് കിട്ടുക പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 4th സെമ്മിൽ തന്നെ നെറ്റും കിട്ടി. അപ്പൊ പിന്നെ കോളേജ് അധ്യാപകനാകുന്നത്. ആ സമയത്താണെങ്കിൽ ഭയങ്കര സാധ്യതയായിരുന്നു. നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ
ആകെ 2-3 ആൾക്കാണ് കേരളത്തിൽ, എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിൽ 4-5 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ അങ്ങോട്ട് ആയിപ്പോയതാണ്, അല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ആയി കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്, നിങ്ങൾക്കൊക്കെ ആലോചിക്കാവുന്ന ഒരു പരിപാടിയാണ്. ടീച്ചിങ് ഈസ് എ വണ്ടർഫുൾ ജോബ് ഇഫ് യു ആർ റെഡി ടു എക്സ്പീരിയൻസ് ഇറ്റ്. ദ ഓൺലി കണ്ടീഷൻ ഈസ് ദാറ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നമ്മളുടെ കുട്ടികളാണെന്ന് തോന്നുന്ന ഒരാൾക്ക് പറ്റുന്ന പണിയാണ്. ആൻഡ് വി ഷുഡ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് എവറി ഡേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. നമ്മൾ ഏത് വേറെ ജോലി എടുക്കുന്നതിനേക്കാളും രസമാണ്. കുട്ടികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അവരുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, തലമുറ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നമ്മളെപ്പോഴും വ്യങ്ങായിരിക്കും അതിനനുസരിച്ച്, ആ രീതിയിലാവുന്ന സമയത്ത്. അപ്പോൾ ഇറ്റ് വാസ് എ പാഷൻ. പക്ഷേ എൻ്റെ ഉപ്പ ടീച്ചറായിരുന്നു. ഞാൻ ഒരു ചെറിയ കുട്ടിയാകുന്ന സമയം മുതൽ തന്നെ പേപ്പർ വാല്യുവേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടാബുലേഷൻ ചെയ്തു കൊടുക്കുക, ഇങ്ങനത്തെ പണികളൊക്കെ. അതുകൊണ്ട് ചെറുപ്പത്തിലേ ഉള്ളൊരു ഇതുണ്ട്. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ തന്നെ ടീച്ചറാണ്. ആദ്യം മദ്രസയിൽ ഉസ്താദായിരുന്നു കുറച്ച് സമയത്ത്, പിന്നെ ട്യൂഷൻ എടുത്തത്. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ ത്രൂ ഔട്ട് PG പഠിക്കുന്ന സമയത്തൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്തുള്ള പാരലൽ കോളേജിലും മറ്റും പഠിപ്പിച്ചിട്ട് ചെറിയ പൈസ വാങ്ങിയിട്ട് സ്വന്തം ഏൺ ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു സമയത്ത്. അപ്പൊ അന്ന് മുതൽ തന്നെ എൻ്റെ ജീവിതം 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ തന്നെ ഞാനൊരു ടീച്ചറാണ്. ആരെങ്കിലും ട്യൂഷൻ എടുത്തിട്ടോ പഠിപ്പിച്ചിട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദാറ്റ് വാസ് ഇൻ മൈ ബ്ലഡ്, ഐ തിങ്ക്. താങ്കളുടെ ഇത്രയും വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തെ മനസ്സിലാക്കാൻ ചരിത്രം യാഥാർത്ഥ്യത്തിൽ അനിവാര്യമാണെന്ന് താങ്കൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചതാന്ന് തോന്നുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഇയറുകൾ ഞാൻ തുടങ്ങി വെച്ചെടുത്താണ് ആ പോയിന്റ് കിടക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് ചരിത്രം, എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്, ഇതാണ് ചോദ്യത്തിന്റെ ഒരു മർമ്മം. ഇതിന്റെ ഒരു വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ? എന്തിനാണ് ഈ ഇയർ പഠിക്കുന്നത്, എന്തിനാണ് ഈ ആൾക്കാരെ പഠിക്കുന്നത് എന്നുള്ളത്, എന്തിനാണ് ടീച്ചറെ ഈ പരിപാടി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചാൽ അടി കിട്ടൂല ചിലപ്പോ, ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം ചരിത്രം തന്നെയാണ്. ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കാൻ പോകുന്നില്ല കേട്ടോ, പേടിക്കണ്ട. നമ്മളെ ഇന്ത്യ ഒരു കോളനി രാജ്യം. വെൻ ഇന്ത്യ ഹാസ് ബിക്കം എ കോളനൈസ്ഡ് കൺട്രി, വി സേ ദാറ്റ് ബൈ 17th century, 1600-ല് 1498-ല് പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, അവസാനം ബ്രിട്ടീഷുകാർ വന്നു. 1600-ഓടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നു. ഇനി 1-2 ഇയർ ഞാൻ വെറുതെ പറയുന്നുണ്ട്, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി 1757 ഒരു സംഭവമുണ്ട്, പ്ലാസി, കേട്ടിട്ടുണ്ടോ? ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. അതിനുശേഷം 1764 ബക്സർ, ഈ 2 യുദ്ധങ്ങളോടുകൂടി ഈ ബംഗാൾ കേന്ദ്രീകരിച്ചിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്. ഇനി ഒരു പോയിന്റ് ഉണ്ട്, 1757-ലും 64-ലെയും യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നത്. അതുവരെ കച്ചവടക്കാരായിരുന്നു. എന്നിട്ട് അവര് ഒരു 10 വർഷത്തിനുള്ളിൽ അവർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചുമ്മാ നോക്കാം. In 1784, just after 10 years, ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആദ്യം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്ന്. ആദ്യം തുടങ്ങിയ പണികളിലൊന്ന് നമ്മുടെ നാടിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. ചരിത്രം, ഭാഷ, സംസ്കാരം, the culture, language and history of the indigenous people. They started. അതിന് പിന്നീട് ഒരു പേര് വന്നു, അതിനാണ് ഓറിയന്റലിസം എന്നൊക്കെ പറയാം, ഓർ ഇൻഡോളജി എന്ന് പറയും, ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ. ഇതൊരു പണിയായിരുന്നു. ഇതിനു വേണ്ടി എക്സ്പേർട്ടുകൾ ഇറങ്ങുന്നു, അവിടെ നിന്നുള്ള വാൻ ടീമുകൾ ഇറങ്ങുന്നു, മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അഭിജ്ഞാന ശാകുന്തളം പോലുള്ള നമ്മളുടെ ലിറ്ററേച്ചറുകള്, നമ്മളുടെ കഥകള്, നമ്മളുടെ ലോ, ഇത് മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയോ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജ് മര്യാദക്ക് തുടങ്ങുന്നത് എപ്പോഴാന്നുള്ളത്? ഇറ്റ് വാസ് ഓൺലി എഗെയിൻ ഒരു 50 വർഷം കഴിഞ്ഞിട്ടാണ്. ഞാൻ മെഡിക്കൽ കോളേജ് മോശമെന്ന് പറയില്ല കേട്ടോ. ഒരു 1810-ന് ശേഷം ഒരു എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി എന്ന ലെവലിൽ ഒരു സാധനം തുടങ്ങുന്നത് 1840 കഴിഞ്ഞ്, ഏകദേശം ഒരു 80-90 വർഷം കഴിയുന്നുണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ. റൂർക്കി ഈ IIT എന്ന് പറഞ്ഞപ്പോ കാണിക്കുന്ന സാധനം. അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിനും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനും മുമ്പ് ഇവന്മാര് ഹിസ്റ്ററി കോളേജാണ് തുടങ്ങി.
എന്നിട്ട് ഹിസ്റ്ററി പഠിക്കലാണ്. എന്തോ ഒരു കാര്യമല്ലാതെ സായിപ്പ് വന്നിട്ട് ഈ പണി എടുക്കൂലല്ലോ. അതുകൊണ്ടാണ് സായിപ്പ് 6000 മൈലുകൾക്കപ്പുറം നിന്നിട്ട് കേവലം 7000 8000 ആൾക്കാരെ വെച്ചിട്ട് കോടിക്കണക്കിനായ നമ്മളെ മുഴുവനും നിയന്ത്രിച്ചത്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ദേ നോ നമ്മൾ ആരാണെന്ന്. നമ്മളെ ചരിത്രം അവർക്കറിയാം, നമ്മളുടെ സ്വഭാവം അവർക്കറിയാം, നമ്മളുടെ ലിറ്ററേച്ചർ അവർക്കറിയാം, നമ്മളുടെ കൾച്ചർ അവർക്കറിയാം. അപ്പൊ നമ്മളെ ഭരിക്കാൻ നല്ല സുഖമാണ്. എനിക്ക് നിങ്ങളെ മുഴുവനും കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടി നിങ്ങളുടെ സ്വഭാവമാണ്. ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങുന്നവരാണോ, നിങ്ങൾ സംസാരിക്കുന്നവരാണോ, നിങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ? നിങ്ങളെ കുറിച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് നിങ്ങളുടെ കീ. നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ലെങ്കിൽ പിന്നെ ഞാൻ പൊളിയും. നിങ്ങൾ വേഗം കൂട്ടം കൂടി തന്നെ തോൽപ്പിക്കാൻ പറ്റും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു റൂൾ ഓവർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വി ഷുഡ് നോ അബൌട്ട് ദ പീപ്പിൾ. നമ്പർ 1. നമ്പർ 2, ഒറ്റ കാര്യം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, വേറെ തന്നെ ഒരു സാധനമാണ്, എന്നാലും ഞാൻ പറയാം. അതിനേക്കാളും പ്രധാനപ്പെട്ട സാധനമാണ് ഇന്നത്തെ കാലത്ത് എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ആരും ആരെയും റൂൾ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് നല്ലൊരു ഡോക്ടറായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാം, അത്രേ ഉള്ളൂ. ആരും ഫൈൻ, ഞാൻ IAS ഒന്നും കിട്ടുന്നില്ല, ഫൈൻ, ഓക്കെ ഫൈൻ. എങ്കിൽ പോലും ചരിത്രം പഠിക്കണം. നിങ്ങൾ എല്ലാവരും ചരിത്രം പഠിക്കണം. എന്തിനാണെന്നറിയോ? ജീവിച്ചു പോവാൻ. അതാണ്, ജീവിച്ചു പോകാൻ എന്തിനാ ചരിത്രം? കാരണം ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മളെ ഒരേ സമയത്ത് തന്നെ ഈ വാളുകൊണ്ട് ആപ്പിളും ചെത്താൻ പറ്റും, തല അറുക്കാനും പറ്റും. ഇതിന് രണ്ടിനും പറ്റുന്ന സാധനത്തിന്റെ പേരാണല്ലോ ഈ ചരിത്രം എന്ന് പറഞ്ഞ സാധനം. അപ്പോ ഇവിടെ സംഭവിക്കുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചരിത്രം അറിയാത്ത ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മളെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിൽ ഇപ്പം ആളുകൾക്ക് ചരിത്രം അറിയാത്തത് കൊണ്ട് വേറെ എന്തൊക്കെയോ കഥ പറഞ്ഞിട്ട് അതൊക്കെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കും. ആവശ്യമില്ലാത്തത് പറഞ്ഞ് പറ്റിക്കും. നിങ്ങളെ തമ്മിൽ പരസ്പരം അടി ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യന്മാർ തമ്മിൽ അടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർന്നു. അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. ഞാൻ എൻ്റെ ഇന്റർനാഷണൽ ടൂറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന 2010-11 കാലഘട്ടത്തിൽ, അതുവരെ ഇന്ത്യൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നത്. ആരെങ്കിലും അത് ചോദിക്കുകയായിരിക്കും എനിക്ക് വേണം. നിങ്ങൾക്കറിയോ, ഞാൻ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന യാത്രകളിലൊന്ന് തുർക്കി ലെബനൻ യാത്രയായിരുന്നു. അന്ന് 2010, 2005, 10 കാലഘട്ടങ്ങളിൽ ലോകത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം ഏതായിരുന്നു അറിയോ? സ്ഥലങ്ങളിലൊന്ന് ഇന്നും തുർക്കിയാണ്, ഭയങ്കര രസമാണ്. പക്ഷെ ലെബനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആൾക്കാർക്ക് ഇഷ്ടമാണ് പോകാൻ, ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു. ഇന്ന് ലെബനാനിൽ ആരെങ്കിലും എന്നോട് പറയാം ലെബനാനിൽ പോയിപ്പോ പൈസ തരാറുണ്ടാലും ചിലപ്പോൾ ഞാൻ പോകില്ല, കാരണം തിരിച്ചു വരില്ല. അവിടെ മുഴുവൻ പ്രശ്നം. എന്താ കാരണം എന്നുള്ളത് പഠിക്കണം. മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൂടിയതാണ്, ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള തല്ല്. എന്താ ഇതിന്റെ കാരണം? അതിന്റെ കാരണം ചരിത്രം അറിയാത്തതും നമ്മൾ അറിയാത്തതുമാണ്. നമ്മളെ അറിയുന്നതിന്റെ പേരാണ് ചരിത്ര പഠനം. നമ്മൾ അറിയാതെ നമ്മൾ എന്തായിട്ടും കാര്യമില്ല, നമ്മൾ പരസ്പരം തല്ലാൻ തുടങ്ങും. ഒന്ന്. രണ്ടാമത്തേത് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, നമ്മളെ ഈസി ആയിട്ട് ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, പറ്റിക്കാൻ പറ്റും. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇവള് നിന്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് കുറെ കഥ നിന്നോട് പറയും. അത് 2-3 ദിവസം പറയുന്നതോടുകൂടി അവളെ കാണുമ്പോൾ ശത്രുവായിട്ട് തോന്നും. ഇവളോടും പറയും. നിങ്ങൾക്ക് രണ്ടാൾക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉപ്പാപ്പാന്റെ ഉപ്പാനെയും കഥകളും മുഴുവൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. എന്താ നാട്ടിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താണ് ഈ പരസ്പരം തല്ലുന്നത്? പരസ്പരം അറിയാഞ്ഞിട്ടാണ്. ഇവരുടെ ഉപ്പ അടുത്ത കമ്പനി ആയിരിക്കും. പക്ഷെ നിങ്ങളോട് പറയും ഇവന്റെ ഉപ്പല്ല, ഇവന്റെ പേര് മറ്റതാണ്, അത് ടിപ്പു സുൽത്താന്റെ ആളാണ്, അയാൾ അമ്പലം തകർത്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയ ഉള്ളിൽ ദേഷ്യം വരാൻ തുടങ്ങും. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തല്ലുകൂടിയെങ്കിൽ നാട് കുപ്പാവും. നാട് കൊള്ളായണെങ്കിൽ നമ്മളുടെ നാടും, ഞാൻ പറഞ്ഞല്ലോ ലെബനാൻ സുന്ദരമായ നാടായിരുന്നു, തകർന്ന് തരിപ്പണമായ നാടായതിന്റെ കാരണം ഇതാണ്. സോ ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജീവിച്ചു പോകാൻ ഹിസ്റ്ററി വേണം. ചരിത്രത്തെ വ്യവസ്ഥാപിത താല്പര്യത്തിന് വേണ്ടി വളച്ചൊടുക്കുന്ന കാലമാണെങ്കിലും ഒരേ ചരിത്ര സംഭവത്തെക്കുറിച്ച് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചരിത്രം നല്ല നല്ല ചോദ്യങ്ങളാണ് വരുന്നത്. ഈ ചരിത്രം എന്നൊരു സാധനത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ തെറ്റിദ്ധാരണയാണ് പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റ് പറയലാണ് ചരിത്രം. പണ്ട് നടന്നത്. നോ, അങ്ങനല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി. രണ്ടും രണ്ടാ. അതായത് നിങ്ങളോട് നാളെ
മിസ് ക്ലാസ്സിലെത്തിയിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ ഫസ്റ്റ് സെഷനിൽ ആ അജ്മൽ സാറിന്റെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നു. ഇവിടെ ഒരു സംഭവം നടന്നു, ദാറ്റ് ഈസ് പാസ്റ്റ് അല്ലേ, അത് പാസ്റ്റാണ്. നിങ്ങൾ 30 ആളുകൾ 30 അഭിപ്രായം പറയും. ഒരാൾ പറയും അയാൾ ഇങ്ങനെ കാലുമേൽ കാലം വിരിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചറിയാം, എനിക്കൊന്നും അറിയില്ല. അത് അയാൾ ഈ സെഷനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. വേറൊരാൾ പറഞ്ഞത് ആളുടെ ടൂറിനെ കുറിച്ചുള്ള ഡയലോഗ്, അത് ഭയങ്കര വൈബായിരുന്നു. അയാളുടെ ടൂർ, ഹീസ് എ ടൂറിസ്റ്റ്, അത് അയാളുടെ പെർസ്പെക്റ്റീവാണ്. വേറൊരാൾ പറഞ്ഞു ഹീസ് എ ഗുഡ് ഹിസ്റ്റോറിയൻ. വേറൊരാൾ പറഞ്ഞു ആകെ ഒരു മണ്ണാങ്കണ്ടി അറിയില്ല, ഷോണ്. സോ ദീസ് 5 പേരും ഇന്നത്തെ സെഷനെ കുറിച്ച് ഹിസ്റ്ററി പറഞ്ഞു. 5 ഹിസ്റ്ററിയാണ്. സോ ദ തിങ് ഈസ് ദാറ്റ് history is a perspective. It is an unending dialogue between present and past. ഈ പ്രസന്റിൽ നിൽക്കുന്ന ഞാനും പണ്ട് നടന്ന സംഭവം തമ്മിലുള്ള അൺഎൻഡിങ് ഡയലോഗാണ്. അതെന്താ മാറാൻ കാരണം? മാറാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിലിപ്പോ ചില കുട്ടികൾക്ക് ഭയങ്കര ഹിസ്റ്ററി ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരിങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ടാവും ഈ സാധനം അല്ലേ. ചില ആളുകൾ ഹിസ്റ്ററിന്റെ കേട്ടാൽ ഓർക്കാൻ വരുന്ന ആളുകളുണ്ടാവും. ഹിസ്റ്ററിനെ ഇഷ്ടമല്ല, ആ സബ്ജക്റ്റിൽ എങ്ങനെങ്കിലും ആ ഹവർ കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചാളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി തന്നെ പോറായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു സംഭവത്തോട് നോക്കുന്ന കാര്യത്തിലും വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണ് ഇത് എഴുതുന്നത്. മനുഷ്യർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവും. നമ്മൾ ചരിത്രം എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലബാറിന്റെ ഈ സൈഡാണല്ലോ. 1921 ഒരു സംഭവം നടന്നിട്ട് എന്താണിത് അറിയോ? 1921 മലബാർ ലഹള, മലബാർ കലാപം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ചരിത്രം എനിക്ക് തോന്നുന്ന 50-60ഓളം പുസ്തകങ്ങൾ വ്യത്യസ്ത പെർസ്പെക്റ്റീവിൽ ഒറ്റ സംഭവത്തെ കുറിച്ച് അവൈലബിൾ ആണ്. ഓക്കെ, ഡിഫറെന്റ് ആണ്. ചില ആളുകൾ പറയുന്നു അത് പ്രാന്തായ മതം തലയിൽ കയറിയിട്ടുള്ള മാപ്പിളമാർക്ക് തോന്നിയിട്ടുള്ള പ്രാന്താണ്. വേറൊരു ടീം അതിനവർ വിളിക്കുന്ന ഹാലളക്കം. മാപ്പിളമാർക്ക് തുടങ്ങിയ ഹാലളക്കാണത്. വേറൊരു ടീം പറയും അത് പിന്നെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊന്ന പരിപാടിയാണ്. വേറൊരു ടീം പറയും അത് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരമാണ്. ഓരോരുത്തരും ഓരോന്ന് പറയും. ഇത് പറയുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ പറയുന്ന ആളുകളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് എടുക്കും. എല്ലാത്തിനും കിട്ടും. ഇപ്പൊ എൻ്റെ ഈ ടോക്കിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കുറച്ച് സാധനം കിട്ടും, കുറച്ച് ബോറ് കിട്ടും. ഇത് മിസ്സിനോട് നിങ്ങൾ രാവിലെ പറയാണ് അത് ഭയങ്കര ബോറൻ സെഷൻ ആയിരുന്നു സർ എന്ന് പറയും. അപ്പൊ വായി നോക്കും. അപ്പൊ നിങ്ങൾ 2 സാധനം എടുത്തിട്ട് ഇത് കാരണം ഇത് മോശമായിരുന്നു, ബാക്കി കുറെ നല്ലതുണ്ടാവും, അത് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചരിത്രം എഴുതുന്ന സമയത്ത് ചരിത്രം എഴുതുന്ന ആളുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. ഈ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചരിത്രത്തെ വ്യത്യസ്ത രീതിയിലാക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശരിയായ ചരിത്രം എന്നൊരു സാധനമല്ല, എന്നാലും കുറെ കൂടി ശരിയായ ചരിത്രം അറിയാൻ കുറെ കൂടി നമ്മൾ ഡീപ്പായിട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ നല്ല വാരിക്കുഴിയിൽ പോയി ചാടിപ്പോന്ന് പറയുന്നത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ചരിത്ര സംഭവം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? എന്തുകൊണ്ടാണ്? 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ആയിരിക്കും ഒരു പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിനെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും. പിന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾ ഒരു 5-6 സാധാരണ പറയാം. ആദ്യഘട്ടത്തിലുള്ളത് തീയുടെ കണ്ടുപിടുത്തം, പിന്നെ അതിനുശേഷം വീലിന്റെ കണ്ടുപിടുത്തം, പിന്നെ അതിനുശേഷം കൃഷിയുടെ കണ്ടുപിടുത്തം. ആ കൃഷി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് മാറി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ കണ്ടുപിടുത്തം, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കണ്ടുപിടുത്തം. ഇതൊക്കെ ഓരോരോ വളവുകളാണ്, ഓരോരോ ടേണിംഗ് പോയിന്റുകളാണ്. ഈ ടേണിംഗ് പോയിന്റുകളൊക്കെ തന്നെ മനുഷ്യന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സാധനമാണ്. ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ ലോകമഹായുദ്ധം. കാരണം ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാ രീതിയിലും എഫക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റ വാക്കിൽ ഹിസ്റ്ററി ഈസ് നോട്ട് അബൌട്ട് ദ പാസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഈ ആശയത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹിസ്റ്ററി ഈസ് നോട്ട് അബൌട്ട് ദ പാസ്റ്റ്, ഇറ്റ്സ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഓഫ് കോഴ്സ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ചരിത്രം പഠിച്ചിട്ട് ചരിത്രത്തിൽ നിന്ന് പോയത്. ചില ആളുകൾ ചരിത്രം പഠിച്ചിട്ട് അവിടെ സ്റ്റക്കാവും. അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചരിത്രത്തിൽ നിന്നിട്ട് ആ മഹാന്മാര്, ആ മനുഷ്യന്മാര്, അവരെ പറ്റി, അവരെ പോലെ അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കിയ നന്മകൾ,
ചരിത്രം എന്തിനാ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാനാണ്. നമ്മൾ നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പഠനവും മോശമാണ്, എന്ത് പഠനവും പ്രശ്നമാണ്. നിങ്ങൾ സയൻസ് പഠിച്ചാലും പ്രശ്നമാണ്, എക്കണോമിക്സ് പഠിച്ചാലും പ്രശ്നമാണ്. സോ ദ തിങ് ഈസ് ദാറ്റ് ഇതെല്ലാം നമ്മളെ നല്ല മനുഷ്യരാക്കാനും നമ്മളെ സൊസൈറ്റിയെ നന്നാക്കാനും നമ്മളെ നാടിനെ നന്നാക്കാനും ഉള്ളൊരു സാധനമാണ്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഈ പരിപാടി, ഈ സ്കൂളിൽ ഇരിക്കുന്ന കാര്യമില്ല, ഈ പ്രോഗ്രാമിൽ കാര്യമില്ല. നിങ്ങളൊരു മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് കിട്ടണം, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് ഈസ് വി കോൾ ടേക്ക് അവേ. ദ ടേക്ക് അവേ ഇൻ മൈ സെഷൻ ഐ വുഡ് സേ ദാറ്റ് ഈസ് ചരിത്രം പഠിച്ചിട്ട് നമ്മൾ നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. പരസ്പരം പകയില്ലാത്ത, ദേഷ്യമില്ലാത്ത, ഇതന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്, ഇതന്നെയാണ് എല്ലാ ചരിത്രവും പഠിപ്പിക്കുന്ന അടിസ്ഥാനമായിട്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, 2 മക്കളുണ്ടായിരുന്നേ, കഥയാണ്. 2 മക്കള്. ഈ മക്കളുടെ അച്ഛൻ മഹാകുടിയനാണ്. എന്നും വൈകുന്നേരം കുടിച്ചിട്ട് അമ്മയെ തല്ലും. ഒരുത്തന് മൂത്ത ആള് അച്ഛനെ പോലായി, അയാളും കുടിയനായി, അതിനേക്കാളും വലിയ അലമ്പായി. ആൾക്കാർ ചോദിച്ചു, എന്താണ് അങ്ങനെ ആയിപ്പോയത്? എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛൻ കുടിച്ചു വരുന്നതാണ്, ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ട് വന്നിട്ടുള്ള എൻ്റെ അമ്മയെ തല്ലുന്നതാണ്. പിന്നെ എനിക്ക് മനസമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആയിപ്പോയി. കണ്ടിട്ട് രണ്ടാമത്തെ ആള് നല്ല മുത്തുമണി മനുഷ്യന്, ആരെ ഉപദ്രവിക്കാൻ പോകില്ല, ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അവനവന്റെ കാര്യം നോക്കി പോകുന്ന, ജോലി ചെയ്യുന്ന, കുടുംബത്തെ നോക്കുന്ന ഒരാള്. അയാളോട് ചോദിച്ചു, ഇയാൾ വന്നിട്ട്, അല്ല നീ എന്തെങ്ങനെ ആയിപ്പോയത്? പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന എൻ്റെ അച്ഛനാണ് കുടിച്ചു വന്നിട്ട് അമ്മയെ തല്ലുന്നത്, കുടിച്ച് നാട്ടില് വാളടിച്ച് കിടക്കുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് എൻ്റെ അച്ഛനെ പോലെ ഞാൻ ആവില്ല എന്നുള്ളത്. 2 ആളും എടുത്തിട്ടുള്ള സാധനം അച്ഛനെയാണ്. 2 ആളും എടുത്തിട്ടുള്ളത് ഒരൊറ്റ പോയിന്റാണ്. അപ്പോ തിങ് ഈസ് ദാറ്റ് ചരിത്രം എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ചരിത്രം പറഞ്ഞിട്ട് അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തിനേയും ബ്ലെയിം ചെയ്തിട്ട് രക്ഷപ്പെടാം, വേറൊരാളെ ബ്ലെയിം ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാം ജീവിതത്തിൽ. ഞാനിങ്ങനെ ആവാൻ കാരണം എൻ്റെ അതാണ്, ഞാൻ പഠിക്കാത്തതിന്റെ കാരണം, എനിക്ക് മാർക്ക് കുറഞ്ഞതിന്റെ കാരണം പരീക്ഷ പേപ്പർ ടഫ് ആയതുകൊണ്ടാണെന്നാണല്ലോ പറയല്. പേപ്പർ ടഫായിട്ടാണല്ലോ നമ്മൾ തോൽക്കല്, നമ്മൾ പഠിക്കാഞ്ഞിട്ട് തോൽക്കില്ലല്ലോ. കുറ്റാർക്കാണ്? ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവനും മിസ്സിനുമാണ്. നമ്മളെപ്പോഴും സേഫാണ് നമ്മള്. സോ തിങ് ഈസ് ദാറ്റ് നമ്മൾ എന്ത് സാധനം പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ടേക്ക് ചെയ്യുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. മക്കൾ പഠിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ആലോചിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ടേക്ക് പോസിറ്റീവ്. എവറിത്തിങ് ദർ ഈസ് എ പോസിറ്റീവ്, എവറിത്തിങ്. ഞാൻ പറഞ്ഞല്ലോ, കള്ളു കുടിച്ച് അമ്മയെ തല്ലുന്ന അച്ഛനിൽ നിന്നൊരു പോസിറ്റീവ് സാധനം എടുക്കാണ്ട്, അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ബെസ്റ്റ്. കാരണം അവന് ജീവിതത്തിൽ കിട്ടിയ ബെസ്റ്റ് ലെസൺ അച്ഛനാണ്. അപ്പോ നമ്മൾ എങ്ങനെ ചരിത്രത്തിൽ നിൽക്കുന്നു, അപ്പൊ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നന്നാവാൻ ശ്രമിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടേക്ക് അവേ വേണം. സോ നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന്, കാണുന്ന സ്ഥലത്ത് നിന്ന്, വായിക്കുന്ന സ്ഥലത്ത് നിന്ന്, പരിചയപ്പെടുന്ന ആളെ സ്ഥലത്ത് നിന്ന്, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, വീട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് ഇങ്ങനെ പിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇന്റൻഷനലി വളർത്താം. ഒരു പുരാതന കെട്ടിടത്തിന് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത്. ദിസ് ഈസ് വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ്, ഐ എം എ സ്റ്റോറി ടെല്ലർ ബേസിക്കലി. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് 4 മക്കൾ ഉണ്ടായിരുന്നു എന്ന കഥ പറയലല്ല. നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു ഹിസ്റ്റോറിക്കൽ, ഒരു ഹെറിറ്റേജ് പ്രോഡക്റ്റ് ഓർ സംതിങ് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് റിസേർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് മാക്സിമം അറിഞ്ഞ് അതിൻ്റെ എല്ലാം അറിഞ്ഞതിന് ശേഷം അതിന് പറയാൻ കഴിയില്ലല്ലോ ആ കെട്ടിടത്തിന് പറയാനുള്ള കഥകൾ പറയുന്ന ഒരാളാണ് സ്റ്റോറി ടെല്ലർ. സോ ഐ ലൈക്ക് സ്റ്റോറി ടെല്ലർ. കാലിക്കറ്റ് ഹെറിറ്റേജ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ചെറിയ സാധനങ്ങളുണ്ടാവും, മൈന്യൂട്ട് സാധനങ്ങൾ, അവരുടെ നാവായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ സ്റ്റോറി ടെല്ലർ എന്നൊരു സാധനം. അവർക്ക് പറയാനുള്ളത് ഇത് എന്ന് പറഞ്ഞതിന് ശേഷം അന്നത്തെ കഥ പറയാന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോന്നിനും നമ്മളുടെ ഒരു പ്രശ്നം അതാണ്. പലപ്പോഴും നമ്മൾ ഈ ടൂറിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ ഒന്നും കാണാനില്ല. കോഴിക്കോടൊക്കെ എന്താ കാണാനുള്ളത് ചോദിക്കാറുണ്ട്, മലപ്പുറത്ത് എന്താ കാണാനുള്ളത്, നമ്മുടെ നാട്ടിൽ എന്താ കാണാനുള്ളത്. എന്തോ ഒരു സ്റ്റോറീസാണ് ഈ ബിൽഡിങ്ങിനും അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യന്മാർക്കും അവിടെ അവരും അനക്ഡോക്റ്റായിട്ട് വെച്ച് പോയത് നമ്മൾ ചോദിക്കാഞ്ഞിട്ടാണ് ആ ബിൽഡിങ്ങിനോട്. അങ്ങനെ നിങ്ങൾ ബിൽഡിങ്ങിനോട് ചോദിച്ചാൽ പറയില്ല, ബിൽഡിങ്ങിന്
ബിൽഡിങ്ങിന്റെ ചുറ്റുമായിട്ട് ബിൽഡിങ്ങിന്റെ പല ഭാഗത്തുമായിട്ട് അതിന്റെ കഥകൾ കിടക്കുന്നുണ്ടാവും. ഇഫ് യു ആർ എ ഹിസ്റ്റോറിയൻ ഓർ എ റിസർച്ചർ, ഇഫ് യു ക്യാൻ ഫൈൻഡ്, അവർ നിന്ന് കഥ പറയും, അവരുടെ കഥകൾ. എനിക്കറിയാം, ഞാൻ മിഷ്കാൽ പള്ളിയോ മുച്ചന്തിപ്പള്ളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊന്നും അല്ല പറയുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ, തറവാടുകൾ പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപാട് കഥകൾ പറയും. ഈ കഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിച്ച കഥയാണ് പലപ്പോഴും പറയാം. അവരനുഭവിച്ച സന്തോഷങ്ങളെ കുറിച്ച് പറയും. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. മലപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഓരോ സാധനങ്ങൾക്കും ഉണ്ടാവും ഓരോ എന്തെങ്കിലും ചില ഹിസ്റ്റോറിക്കൽ ഇവന്റിലേക്കുള്ള ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാവും. ആ ട്വിസ്റ്റിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കോളേജിൽ ഒരു പ്രോഗ്രാം, ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹെറിറ്റേജ് വർക്ക്, പ്രിപ്പയർ ഹെറിറ്റേജ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഇതിൽ ഞാൻ തന്നെയാണ് സിലബസ് ഉണ്ടാക്കിയത്, ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ തന്നെയാണ് സെമിനാർ നടത്തുന്നത്. അതിൽ കുട്ടികളോട് നമ്മൾ ചെയ്യിക്കുന്ന ഒരു സാധനമാണ്, നിങ്ങളൊരു ഹെറിറ്റേജ് വാക്കിൻ്റെ ഒരു ഐറ്റിനറി ഉണ്ടാക്കണം. കോഴിക്കോടും വേണ്ട, മലപ്പുറവും വേണ്ട, കൊണ്ടോട്ടിയും വേണ്ട, നിങ്ങളെ നാട്ടിൽ ഗ്രാമത്തിൽ യു ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ്. ആൻഡ് ഐ വാസ് ജസ്റ്റ് അമേസ്ഡ് by getting the itineraries. I'll give the idea. നാട്ടിൽ നിങ്ങൾ എന്താ ഉള്ളത്? എല്ലാവരും പറയും ഞങ്ങളുടെ നാട്ടിൽ ഒന്നുമില്ല സർ, ഞങ്ങളുടെ നാട്ടിൽ ഒന്നും കാണാനില്ല, ഒരു ഓഞ്ഞ നാട്. ഒറ്റ വാക്കിൽ നാടിനെ കുറിച്ചുള്ള സാധനം. ഐ വിൽ ആസ്ക് ദം, പള്ളി ഉണ്ടോ? പള്ളി ഉണ്ട് സർ. അമ്പലം ഉണ്ടോ? കുറച്ചപ്പുറത്ത് അമ്പലമുണ്ട് സർ. പഴയ തറവാടുണ്ടോ? ഉണ്ട് സർ. ജീവിച്ചിരിക്കുന്ന പഴയ മനുഷ്യന്മാരുണ്ടോ? ഉണ്ട് സർ. പഴയ ക്ലബ് ഉണ്ടോ? ഉണ്ട് സർ. പഴയ സ്കൂളുണ്ടോ? ഉണ്ട് സർ. പഴയ ഇടവഴികളുണ്ടോ? ഉണ്ട് സർ. ഇതിനൊക്കെ കൂടെ കണക്ട് ചെയ്ത് നോക്ക്. ഇതിനെല്ലാത്തിനും കഥകളുണ്ടാവും. പഴയ പള്ളിക്ക് കഥ ഉണ്ടാവും. പള്ളിക്ക് പഴയ പണ്ടത്തെ ഹിസ്റ്ററി അല്ല, ആ പള്ളിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. അമ്പലത്തിനുണ്ടാവും, ക്ലബുകൾക്ക് ഉണ്ടാവും. നാട്ടിൽ നടന്ന അടീന്റെ കഥ ഉണ്ടാവും, നാട്ടിൽ നടന്ന കല്യാണത്തിന്റെ കഥ ഉണ്ടാവും. പണ്ട് ആൾക്കാരെങ്ങനെ ജീവിച്ചെന്നുണ്ടാവും. പണ്ട് ഈ വഴിക്ക് ഇങ്ങനെയല്ല പോയിരുന്നു, ഇതിലേ പോയിരുന്നവർ. പണ്ട് ആ നാടിന് ഈ വഴിയല്ല, ഇതിനെന്തുകൊണ്ടാണ് 7-ാം മൈൽ എന്ന് പേര് വന്നതെന്നുണ്ടാവും. ഇതിനെന്താണ് രണ്ടത്താണി എന്ന് പേര് വന്ന്, രണ്ടത്താണിക്ക് മുമ്പ് ഒരു അത്താണി എവിടെ പോയി എന്ന് ചോദിക്കാം. ഈ അത്താണി എന്താണെന്ന് ചോദിക്കാം. അത്താണിക്ക് മുമ്പ് എന്തായാലും ചോദിക്കാം. ഇങ്ങനെ 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 നിങ്ങൾ നാടിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ itinerary or a trial in your area where you can also become the storyteller and take them, walk them. You will become an amazing storyteller. എത്ര നല്ല സ്റ്റോറി ടെല്ലർ ആണോ യു ക്യാൻ. സ്റ്റോറി ടെല്ലർ ആയിട്ട് നിങ്ങൾ നാളെ മുതൽ എൻ്റെ കഞ്ഞിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി കോഴിക്കാട് വന്നിട്ട് ഹെറിറ്റേജ് വാക്ക് നടത്താൻ പോയണ്ടേ? എന്താ ചെയ്യേണ്ടി അറിയോ? നിങ്ങൾ നല്ല സ്റ്റോറി ടെല്ലറായ നല്ല കമ്മ്യൂണിക്കേറ്ററാവും. നല്ല കമ്മ്യൂണിക്കേറ്ററായ സംടൈംസ് യു ആർ അപ്പോയിന്റിങ് in a CEO or an HR or somewhere else. അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, എവിടെയും പെർഫോം ചെയ്യാൻ പറ്റും. നല്ല കമ്മ്യൂണിക്കേറ്റർ, നല്ല സ്റ്റോറി ടെല്ലർ ആയാൽ. എങ്ങനെ നല്ല സ്റ്റോറി ടെല്ലർ ആവാം? പെർഫോം ഇറ്റ്, പ്രിപ്പയർ ഇറ്റ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി മൈ ആൻസർ. Thank you, sir.